ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോയ ചങ്ക്സ് റോസ്റ്റ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഐറ്റം. സോയ കൊണ്ട് പലതരത്തിൽ നമുക്ക് റോസ്റ്റൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഈ ഒരു റെസിപ്പി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈ രീതിയിൽ സോയ കൊണ്ട് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഡിന്നറിനായാലും എങ്ങനെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാം കേട്ടോ. സോയ കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് അത് മാറ്റി നിർത്തുന്നവരാണ് ഏറെ പേരും. പക്ഷേ സോയ നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. അപ്പോൾ ഹൈ പ്രോട്ടീൻ റിച്ചായ സോയ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് വലിയ സോയയാണ്. വലിയ സോയ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് അവൈലബിൾ അല്ലെങ്കിൽ ചെറുതായാലും എടുക്കാം. അപ്പോൾ സോയ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സോയ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം വെക്കണം. ഇനി വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സോയയിലേക്ക് പിടിക്കാൻ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ടാലേ സോയയിലൊക്കെ നന്നായി പിടിച്ചു കിട്ടൂ. അപ്പോൾ ഞാൻ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ സോയയിൽ പിടിക്കാൻ വേണ്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കുക്കാവും കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കുക്കായോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റൊക്കെ മതി. പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സോയൊക്കെ വെള്ളത്തിൽ നിന്ന് അരിച്ച് ഒന്ന് പിഴിഞ്ഞ് വെക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. എന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ആ സമയത്ത് നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാന് ചൂടാക്കി അതിലേക്ക് 2 കഷ്ണം കറുവപ്പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു 4-5 ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 4 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 2 പിടി തേങ്ങ ചിരകിയതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങയൊക്കെ നന്നായി മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ മസാലക്കൂട്ടാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി നമുക്ക് ചേർത്ത് കൊടുക്കണം. മുഴുവൻ മല്ലി ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് മസാലയൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പൊടി ചേർക്കുന്നെങ്കിൽ ഏറ്റവും അവസാനം വേണം ചേർത്ത് കൊടുക്കാൻ. മുഴുവൻ മല്ലി ചേർക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില്ലാത്ത കാരണം ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മറ്റുള്ള മസാലകളൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് ഈ മസാല പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 2-3 മിനിറ്റ് ആ മല്ലിയുടെ റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അധികം നേരം വയ്ക്കാതെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇത് നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഒരു ബ്ലെൻഡറിലേക്ക് മാറ്റി നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഓവറായിട്ട് മസാല മൂപ്പിച്ചാൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ അതേ ഈ മസാലയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സീക്രട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റിന് വേണ്ട ബാക്കിയുള്ള ഐറ്റംസൊക്കെ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കി ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ നിറം ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പച്ചമുളകാണ് കേട്ടോ, അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു 3 മീഡിയം സൈസ് സവോള ഞാൻ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സോയ ചങ്ക്സ് എടുക്കുന്നതിൻ്റെ അനുസരിച്ച് സവോളയുടെ ഒക്കെ അളവ് മാറ്റി കൊടുക്കുക. കൂടുതലുണ്ടെങ്കിൽ 4 സവോളയൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉള്ളി നല്ല ഓവറായിട്ടൊന്നും നമുക്ക് ഉടഞ്ഞ് കിട്ടണ്ട, ആവശ്യത്തിനൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി.
അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ ആവശ്യത്തിന് വാടി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് 2-3 പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുത്തതാണ്. ഇത്രയും വാടി കിട്ടിയാൽ മതി. നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തതായി ചേർക്കാൻ പോകുന്നത് 2 തക്കാളിയാണ്. 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളി ഇതുപോലെ നന്നായി ഒന്ന് നമുക്ക് ഉടച്ചെടുക്കണം. അപ്പോൾ നന്നായി ഒന്ന് ഉടഞ്ഞ് കിട്ടുന്നത് വരെ നമുക്കൊന്ന് തക്കാളി വേവിച്ചെടുക്കണം. ഇത് നല്ല ഓവർ പുളിയുള്ള ടൈപ്പ് റോസ്റ്റ് അല്ല കേട്ടോ. ആവശ്യത്തിനുള്ള എരിവും പുളിയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തക്കാളി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മസാല ഒക്കെ നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ചൊന്ന് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള സോയ ചങ്ക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സോയ ചങ്ക്സും സവാളയും തക്കാളിയും മസാലകളും എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊക്കെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മുഴുവനായും തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ മസാലയുടെ. പ്രത്യേകിച്ച് നമ്മൾ അൽഫാമിനൊക്കെ മസാല ഒക്കെ ഉണ്ടാക്കില്ലേ, ആ ടൈപ്പ് ഒരു സ്മെല്ലാണ് കേട്ടോ ഈ മസാലയ്ക്ക്. ഇനി മസാലയും സോയ ചങ്ക്സും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി തന്നെ ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. നന്നായി കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. മസാലയ്ക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട്. ഡ്രൈ റോസ്റ്റ് അല്ലേ, അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെടേണ്ടി വരും. ഒന്ന് കൈയെടുക്കാതെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ സോയ വേവിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതാണ്. സോയയിലേക്കുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, മസാലയിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് മസാലയ്ക്കുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഫൈനൽ സ്റ്റേജായിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കൈയെടുക്കാതെ ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. നമ്മുടെ സോയ ചങ്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനെപ്പോഴും കുറച്ച് ഗ്രേവിയിലാണ് കേട്ടോ കറി റോസ്റ്റൊക്കെ വെക്കുക. അപ്പോൾ എനിക്ക് ഗ്രേവി കുറവാൻ തോന്നിയത് കാരണം ഞാൻ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇഷ്ടമെങ്കിൽ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട, അങ്ങനെ തന്നെ എടുക്കാം. ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മളെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഡിന്നറിനായാലും ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. ദോശയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ മൾട്ടി പർപ്പസ് ആണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ സോയ ഫുള്ളായിട്ട് ഇടുന്നത് കൊണ്ട് മസാല പിടിക്കുമെന്ന് ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ മസാല ഒക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ല അടിപൊളി ടേസ്റ്റാണ്. സോയ കൊണ്ട് ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കേട്ടോ. റോസ്റ്റ് തന്നെ പലതരത്തിലും വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു റെസിപ്പിയാണ്. വെറുതെ പറയുന്നതല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവുമെന്ന്. അപ്പോൾ നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സോയ, അതാരും അവോയ്ഡ് ചെയ്യരുത്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും ഇതുപോലെയുള്ള നല്ല വെറൈറ്റി അടിപൊളി കിടിലൻ റെസിപ്പികളുമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂ. അപ്പോൾ വീണ്ടും പുതിയ വെറൈറ്റി വീഡിയോസുമായിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.